നമസ്കാരം. ശിവരാത്രിക്ക് ഇനി അധികം ദിവസങ്ങളില്ല. ഫെബ്രുവരി 26-നാണ് ശിവരാത്രി വരുന്നത്. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാനപ്പെട്ടതായ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ശിവരാത്രിക്ക് മുൻപ് തന്നെ വീടുകളിൽ കൊണ്ടുവരേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഈ വസ്തുക്കൾ ശിവരാത്രിക്ക് മുൻപ് കൊണ്ടുവരികയാണ് എങ്കിൽ അത് ആ വീടിനും വീട്ടുകാർക്കും ഐശ്വര്യം നൽകുന്നതായ കാര്യങ്ങളാകുന്നു. സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം ആ വീടുകളിൽ ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. ഈ വസ്തുക്കളിൽ എല്ലാം വീടുകളിൽ കൊണ്ടുവരുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും വീടുകളിൽ കൊണ്ടുവരുവാൻ ഏവരും ശ്രദ്ധിക്കുക. ആ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തേതായ കാര്യം നെയ്യാണ്. നെയ് വീടുകളിൽ കൊണ്ടുവരുന്നത് ഏറ്റവും ശുഭകരമാക്കുന്നു. നെയ്വിളക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ വീടുകളിൽ തെളിയിക്കുന്നതും ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാകുന്നു. ഈ ദിവസങ്ങളിൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ ഐശ്വര്യം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. 2 നേരവും ഇപ്രകാരം വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കുക. ഇനി അഥവാ സാധിക്കുന്നില്ല എങ്കിൽ ശിവരാത്രി ദിവസമെങ്കിലും ഇപ്രകാരം വിളക്ക് തെളിയിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. മറ്റൊന്ന് നന്ദി വിഗ്രഹമാകുന്നു. നന്ദി വിഗ്രഹം വീടുകളിൽ കൊണ്ടുവരുന്നതും ഏറ്റവും ശുഭകരമായ കാര്യമാണ്. പ്രത്യേകിച്ചും ഭഗവാന്റെ അനുഗ്രഹം ആ വീടുകളിൽ ഇരട്ടിക്കുന്നതിന് കാരണമായി തീരും. പൂജാമുറിയിൽ ശിവലിംഗം ഉള്ളവർ മാത്രം നന്ദി വിഗ്രഹം വീടുകളിൽ വയ്ക്കുക. ശിവലിംഗത്തിന്റെ അഭിമുഖമായി വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭകരം. കൂടാതെ പണം സൂക്ഷിക്കുന്ന ഇടത്ത് നന്ദി വിഗ്രഹം സ്ഥാപിക്കുന്നതും ശുഭകരം തന്നെയാക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടതായ വസ്തു അത് രുദ്രാക്ഷമാണ്. രുദ്രാക്ഷത്തിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. സാക്ഷാൽ ഭഗവാന്റെ കണ്ണുനീരിൽ നിന്നും ഉടലെടുത്ത ഒരു വസ്തുവാണ് രുദ്രാക്ഷം. അതിനാൽ രുദ്രാക്ഷത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പോസിറ്റീവായ ഊർജം ഒരു വീട്ടിൽ നിലനിർത്തുവാൻ, കൊണ്ടുവരുവാൻ, നെഗറ്റീവായ ഊർജങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. ശിവ സാന്നിധ്യം ആ വീടുകളിൽ ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ ഒറ്റമുഖി രുദ്രാക്ഷം വീടുകളിൽ കൊണ്ടുവരുന്നതും നിങ്ങൾ അത് അണിയുന്നതോ അല്ലെങ്കിൽ വീടുകളിൽ സ്ഥാപിക്കുന്നതോ ഏറ്റവും ഉത്തമമാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. കൂടാതെ വീടുകളിൽ വിഭൂതി കൊണ്ടുവരുന്നത് ശുഭകരമാണ്. ശിവക്ഷേത്രത്തിൽ നിന്നും വിഭൂതി നിങ്ങൾക്ക് വീടുകളിൽ കൊണ്ടുവരാവുന്നതാണ്. അഥവാ ഭസ്മം വീടുകളിൽ കൊണ്ടുവരികയും നിത്യവും അവ അണിഞ്ഞ് ഭഗവാന്റെ നാമങ്ങൾ, മന്ത്രങ്ങൾ ജപിക്കുന്നത് അഥവാ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഇരട്ടി ഫലം തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. അതിനാൽ ഈ കാര്യത്തിനും പ്രാധാന്യം നൽകണം. തീർച്ചയായും ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്നതായ ഭസ്മം തന്നെ വീടുകളിൽ സൂക്ഷിക്കുക. നെഗറ്റീവായ ഊർജങ്ങൾക്ക് അടുക്കുവാൻ പോലും സാധിക്കില്ല എന്ന് തന്നെ പരാമർശിക്കാം. പുറത്തു പോകുന്നതായ അവസരങ്ങളിൽ ഒരൽപ്പം ഭസ്മം പൊതിഞ്ഞ് കയ്യിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ അതും ശുഭകരമാണ്. അപകടങ്ങളെ പോലും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. അതിനാൽ അത്ര പ്രാധാന്യമുള്ള ഈ വസ്തു വീടുകളിൽ കൊണ്ടുവരിക. മറ്റൊന്ന് കരിക്കാണ്. കരിക്ക് വീടുകളിൽ കൊണ്ടുവരികയും ഭഗവാന് കരിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. വിളക്ക് തെളിയിക്കുമ്പോൾ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശേഷം കുടുംബാംഗങ്ങൾ ആ കരിക്ക് സേവിക്കുന്നതും അതീവ ശുഭകരമാണ്. പ്രത്യേകിച്ചും ശിവരാത്രി ദിവസം ഇപ്രകാരം ചെയ്യുന്നത് സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും പ്രത്യേകം ഏവരും ഓർക്കുക. വെളുത്ത പുഷ്പം വീടുകളിൽ വിരിയിക്കുകയാണ് എങ്കിൽ
തീർച്ചയായും അത് ഭഗവാന് സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു. ഈ സമയങ്ങളിൽ പ്രത്യേകിച്ചും ഇപ്രകാരം ധാരാളം വെളുത്ത പുഷ്പങ്ങൾ വീടുകളിൽ വിരിയുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ കൂടിയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ തീർച്ചയായും ഈ പുഷ്പം ഭഗവാന് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. സർവ ഐശ്വര്യങ്ങളും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ശിവകുടുംബ ചിത്രം ഏറ്റവും ഉത്തമമായ ഒന്നാണ്, ഉദാത്തമായ മാതൃക കൂടിയാണ്. ഈ ചിത്രം വീടുകളിൽ കൊണ്ടുവരുന്നതും നിത്യവും ഈ ചിത്രം ആരാധിക്കുന്നതും വിളക്ക് തെളിയിച്ച് നിങ്ങൾ ആരാധിക്കുന്നതും സർവ ഐശ്വര്യപ്രദമാണ്. വീടുകളിൽ കൊണ്ടുവരുവാൻ ഏറ്റവും ഉത്തമമായ സമയം കൂടിയാണ് ഇത്. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഈ ദിവസങ്ങളിൽ തന്നെ വീടുകളിൽ കൊണ്ടുവരികയും നിത്യവും ആരാധിക്കുകയും ചെയ്യുന്നത് ഇരട്ടി ഫലദായകം തന്നെയാകുന്നു. തീർച്ചയായും ശിവരാത്രിക്ക് മുൻപ് തന്നെ ഈ ചിത്രം വീടുകളിൽ കൊണ്ടുവരുന്നതാണ് ഏറ്റവും ശുഭം. നിത്യവും വിളക്ക് തെളിയിച്ച് ആരാധിക്കുക. ശിവലിംഗം ഈ ദിവസങ്ങളിൽ വീടുകളിൽ കൊണ്ടുവരുന്നതും ഉത്തമമാണ്. മെർക്കുറി ശിവലിംഗങ്ങൾ വീടുകളിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതും ഏറ്റവും ഉത്തമമാകുന്നു. തീർച്ചയായും സാധിക്കുന്നവർ നിത്യവും വിളക്ക് തെളിയിക്കുവാൻ സാധിക്കും എന്ന് ഉറപ്പുള്ളവർക്ക് തീർച്ചയായും ശിവലിംഗം വീടുകളിൽ കൊണ്ടുവരാവുന്നതാണ്. ശുദ്ധിയോടെ തന്നെ കാര്യങ്ങൾ ചെയ്യണം. മറ്റൊന്ന് മഹാമൃത്യുഞ്ജയ യന്ത്രമാകുന്നു. മഹാമൃത്യുഞ്ജയ യന്ത്രം വീടുകളിൽ കൊണ്ടുവരുന്നതിലൂടെ രോഗദുരിതങ്ങൾ ഉണ്ടാകില്ല എന്നാണ് പറയുക. തീർച്ചയായും ആ വീടുകളിലെ രോഗദുരിതങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ അകന്ന് പോകുന്നതിന് സഹായകരമായി തീരും. അതിനാൽ തന്നെ മഹാമൃത്യുഞ്ജയ യന്ത്രം സ്ഥാപിച്ച് ഭഗവാനെ നിത്യവും ആരാധിക്കുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും കൊണ്ടുവരും എന്നാണ് പറയുക. പ്രത്യേകിച്ചും സൂര്യോദയ സമയങ്ങളിൽ ആരാധിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ആ വീടുകൾക്ക് ഒരിക്കലും ദോഷകരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ധനപരമായ പ്രയാസങ്ങൾ അകന്ന് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും. എന്നാൽ തീർച്ചയായും മഹാമൃത്യുഞ്ജയ യന്ത്രം സ്ഥാപിച്ച് സൂര്യോദയ സമയത്ത് തന്നെ നിങ്ങൾ ആരാധിക്കേണ്ടത് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. മറ്റൊന്ന് ചെമ്പ് കലശമാണ്. ചെമ്പ് കലശം കൊണ്ടുവന്ന് ശിവലിംഗത്തിൽ അഭിഷേകം നടത്തി ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ ഏതൊരു ദുഃഖ ദുരിതങ്ങൾ ഒഴിയുവാനും സമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരാനും ഏറ്റവും ശുഭകരമായി തീരും. അതിനാൽ ഇപ്രകാരം വീടുകളിൽ കൊണ്ടുവരുവാൻ ഏറ്റവും ഉത്തമം തന്നെയാണ് ഈ വസ്തു. വീടുകളിൽ തീർച്ചയായും ഐശ്വര്യം ലഭിക്കുന്നതിന് സഹായകരമായി തീരും. അതിനാൽ ചെമ്പ് കലശം കൊണ്ട് ശിവലിംഗത്തിൽ അഭിഷേകം നടത്തി മഹാദേവനെ പ്രീതിപ്പെടുത്തുവാൻ ഏറ്റവും ഉത്തമമായ ദിവസങ്ങൾ തന്നെയാണ് ഇത്. പ്രത്യേകിച്ചും ശിവരാത്രി ദിവസങ്ങൾ. ഞാൻ ഈ പരാമർശിച്ച വസ്തുക്കളിൽ ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും ഈ സമയം വീടുകളിൽ കൊണ്ടുവരുവാൻ ഏവരും ശ്രമിക്കുക.